ഹായ്, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കർണാടക ഗവൺമെന്റ് അവരുടെ എൻട്രൻസിനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ളവർക്കും കർണാടകയിൽ എൻട്രൻസ് എഴുതാൻ പറ്റും. അപ്പൊ അതിന് എൻട്രൻസ് എഴുതാൻ താല്പര്യമുള്ളവര് എന്ത് ചെയ്യണം എന്നറിയാവോ? കർണാടകയുടെ എൻട്രൻസ് അപ്ലൈ ചെയ്യണം. കർണാടക എൻട്രൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കർണാടകയ്ക്ക് അതിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ കയറണം. ലോഗിൻ ചെയ്താൽ നമ്മൾ ഗൂഗിളിൽ കയറിയാൽ മതി. എന്നിട്ട് നമ്മൾ UGCT എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലിങ്കിൽ കയറുക. ലിങ്കിൽ കയറിയിട്ട് നമുക്ക് അവിടെ രജിസ്ട്രേഷൻ കൊടുക്കണം. രജിസ്ട്രേഷൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടത് നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാർ കാർഡാണ് വേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കുറച്ച് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് അവിടെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെ രേഖകൾ വേണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകും. ഒന്ന് SSLC, നമ്മുടെ SSLCയുടെ മാർക്ക് ലിസ്റ്റ്, പിന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാർ കാർഡ്, പിന്നെ സ്റ്റുഡന്റിന്റെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ. സ്റ്റുഡന്റിന്റെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും JPG ഫോർമാറ്റിലായിരിക്കണം. എന്ന് മാത്രമല്ല 50 KB ബിലോ ആയിരിക്കും ഉണ്ടാവേണ്ടത്. പിന്നെ സ്റ്റുഡന്റിന് ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ ആ മൊബൈൽ നമ്പറിന് അറ്റാച്ച് അതിന് വാട്സ്ആപ്പ് നമ്പർ ഉണ്ടായിരിക്കണം. ആ മൊബൈൽ നമ്പർ നമ്മൾ വാട്സ്ആപ്പ് അക്കൗണ്ട് എടുത്തിരിക്കണം. എന്ന് മാത്രമല്ല ഒരു രജിസ്റ്റേർഡ് മെയിൽ ID ഉണ്ടായിരിക്കണം. അത് കൂടാതെ എന്തെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതിന് ആ റിസർവേഷന്റെ പ്രൂഫായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അവരെ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ പോവാൻ. അതായത് കാസ്റ്റ് ആവാം, ഇൻകം ആകാം, SC/ST ആവാം, റിലീജിയസ് ആവാം, റൂറൽ ഏരിയ റിസർവേഷൻ ആകാം, അല്ലെങ്കിൽ ലാൻഡ് റിസർവേഷൻ ഉള്ളവരാകാം. ആരാണെങ്കിലും അങ്ങനെ വേണം പോകാൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കർണാടക എൻട്രൻസ് എഴുതുന്നവർ അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ വേണോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.